തെന്നിന്ത്യയിലെ മാദകസുന്ദരിയെന്നും ബി ഗ്രേഡ് നായികയെന്നും മുദ്രകുത്തപ്പെട്ട താരസുന്ദരിയായിരുന്നു സിൽക്ക് സ്മിത. നടി മരിച്ചിട്ട് 28 വർഷങ്ങൾക്കും മുകളിലായി. ഇന്നും അതേ പ്രാധാന്യത്തോടു കൂടിയാണ് നടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. സൂപ്പർ താര പദവി വരെ എത്തിയിട്ടും സിൽക്ക് സ്മിതയുടെ ജീവിതമൊരു ദുരന്തമായി മാറുകയായിരുന്നു. അങ്ങനെ 36 വയസ്സുള്ളപ്പോഴാണ് നടി ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. അതിന് കാരണമായി പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തിലൂടെയും മത്തുപിടിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടിയായിരുന്നു സിൽക്ക് സ്മിത. ഗ്ലാമർ രംഗങ്ങളിൽ അഭിനയിച്ചാണ് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് സിൽക്ക് വളർന്നതെങ്കിലും ആരും നടിയോട് എതിർപ്പ് കാണിച്ചില്ല. ഇഷ്ടത്തിൻ്റെ പുറത്ത് സിൽക്കിനെ ഒന്ന് കാണാനും തൊടാനുമൊക്കെ ആഗ്രഹിച്ച് ആളുകൾ കൂട്ടം കൂടുമായിരുന്നു. സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച സിൽക്ക് വണ്ടിച്ചക്രം എന്ന സിനിമയിലൂടെയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ചുവടുറപ്പിക്കുന്നത്. നായികയായും സഹനടിയായിട്ടുമൊക്കെ അഭിനയിച്ചെങ്കിലും ഐറ്റം ഡാൻസ് കളിച്ചും ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തുമാണ് പ്രശസ്തയാവുന്നത്. പല സൂപ്പർ താരങ്ങൾക്കും സിൽക്കിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ചെറിയ പ്രായത്തിലുണ്ടായ വിവാഹം വേർപെടുത്തിയ ശേഷമാണ് നടി സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരു പുരുഷനിൽ പ്രണയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും സിൽക്കിന് വഞ്ചനകളാണ് തിരികെ ലഭിച്ചത്. പ്രണയിച്ച ആളുകളൊക്കെ നിരന്തരം വഞ്ചിക്കാൻ തുടങ്ങിയതോടെ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് സിൽക്ക് വീണു. അങ്ങനെ വിശ്വസിച്ച് പ്രണയിച്ച പുരുഷൻ്റെ വഞ്ചന സഹിക്കാനാവാതെയാണ് നടി സാരിയിൽ തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചത്. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളും നടിയെ അലട്ടി. അഭിനയിച്ച സിനിമകൾ വിജയിച്ചെങ്കിലും അവർ നിർമ്മിച്ച സിനിമകൾ വലിയ പരാജയമായി. അങ്ങനെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴാണ് നടി വിഷാദത്തിലാവുന്നത്. അന്ന് ചികിത്സിക്കാനെത്തിയ ഡോക്ടറായിരുന്നു രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ മകനുമായി ഇടയ്ക്ക് സിൽക്ക് പ്രണയത്തിലായി. ഇരുവരും ഒരുമിച്ച് വിവാഹിതരായി ജീവിക്കാൻ ആഗ്രഹിച്ചു. മകനൊപ്പം സിൽക്കിനെ പോലൊരാൾ ജീവിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാതെ രാധാകൃഷ്ണൻ അതിനെ ശക്തമായി എതിർത്തു. പിതാവിൻ്റെ തീരുമാനത്തിനൊപ്പം മകൻ നിന്നതോടെ സിൽക്ക് വീണ്ടും വഞ്ചിക്കപ്പെട്ടു. ഇത് സിൽക്കിനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ.